എത്ര നല്ലവനേശുപരൻ, മിത്രമാണെനിക്കെന്നുമവൻ. എത്ര നല്ലവനേശുപരൻ, മിത്രമാണെനിക്കെന്നുമവൻ. തൻ തിരുച്ചിറകിൻ മറവിൽ ഞാനെന്നും നിർഭയമായി വസിക്കും. തൻ തിരുച്ചിറകിൻ മറവിൽ ഞാനെന്നും നിർഭയമായി വസിക്കും. ഏതൊരു ഖേദവും വരികിലും എന്റെ യേശുവിൽ ചാരിടും ഞാൻ. ഏതൊരു ഖേദവും വരികിലും എന്റെ യേശുവിൽ ചാരിടും ഞാൻ. എത്ര നല്ലവനേശുപരൻ, മിത്രമാണെനിക്കെന്നുമവൻ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ മോർണിംഗ് വോയിസിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നതിന് സന്തോഷമുണ്ട്. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നത് വ്യർത്ഥമായില്ല എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. കഴിഞ്ഞകാല ശുശ്രൂഷയെക്കുറിച്ച് പൗലോസും ശീലാസും തെസ്സലോനിക്കയിലായിരുന്നപ്പോൾ നടത്തിയ ശുശ്രൂഷയെക്കുറിച്ച് പൗലോസ് ഒന്ന് വീണ്ടും ഒരു പുനരവലോകനം നടത്തുന്നതാണ് നമ്മൾ ഈ 2-ാം അധ്യായത്തിൽ കാണുന്നത്. എങ്ങനെ ഒരു ശുശ്രൂഷയായിരുന്നു പൗലോസ് അവിടെ ചെയ്തത് എന്ന് തെസ്സലോനിക്ക വിശ്വാസികളുടെ മനസ്സിലേക്ക് വീണ്ടും കൊണ്ടുവരുവാൻ ഈ അധ്യായത്തിൽ പൗലോസ് ശ്രമിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നത് വ്യർത്ഥമായില്ല എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. പൗലോസിന്റെ തെസ്സലോനിക്കയിലെ ശുശ്രൂഷ വ്യർത്ഥമായില്ല എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവ് സഹോദരന്മാരെ എന്നുള്ള വിളി തന്നെയാണ്. പൗലോസിന്റെ തെസ്സലോനിക്കയുടെ ശുശ്രൂഷയുടെ ഫലമായി തെസ്സലോനിക്കയിൽ അനേക സഹോദരീസഹോദരന്മാരുണ്ടായി. അതുതന്നെ പൗലോസിന്റെ ശുശ്രൂഷ വ്യർത്ഥമല്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. മാത്രമല്ല, തെസ്സലോനിക്ക വിശ്വാസികൾക്ക് പൗലോസിന്റെ ശുശ്രൂഷ വ്യർത്ഥമായി തീർന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുവാനും കഴിഞ്ഞു എന്ന് ഇവിടെ നിന്ന് നാം വായിക്കുന്നു. നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ എന്നുള്ള പ്രയോഗം ഈ ലേഖനങ്ങളിൽ 9 പ്രാവശ്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തെസ്സലോനിക്ക വിശ്വാസികൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം പൗലോസ് ഊട്ടി ഉറപ്പിക്കുകയാണ്. വ്യർത്ഥമല്ലാത്ത ഒരു ശുശ്രൂഷ, ഫലകരമായ ഒരു ശുശ്രൂഷ പൗലോസ് ചെയ്തു എന്നുള്ളതാണ്. ഈ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഞങ്ങളുടെ പ്രയത്നം വെറുതെയായി പോയോ എന്ന് ഭയപ്പെട്ടു. ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തുത അറിയേണ്ടതിന് ആളയച്ചു. പ്രയത്നം വെറുതെയായി പോയോ എന്നുള്ള ഭയം പൗലോസിനെ അലട്ടിയപ്പോൾ തെസ്സലോനിക്കയിലേക്ക് അവരുടെ വിശ്വാസത്തിന്റെ വസ്തുത അറിയുവാൻ ആളുകളെ അയക്കുകയാണ്. പ്രയത്നം വെറുതെയായി പോകാതിരിപ്പാൻ ആഗ്രഹിക്കുന്നൊരു പൗലോസിനെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഒരിക്കൽ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നടപ്പിൽ നടന്നിരുന്ന തെസ്സലോനിക്കർക്ക് വ്യർത്ഥമല്ലാത്ത ഒരു ജീവിതത്തിലേക്ക് നയിക്കുവാൻ പൗലോസിനിടയായി. അവരുടെ വിശ്വാസം നിലനിൽക്കുന്നു അറിഞ്ഞ് കേട്ട് പൗലോസ് ധൈര്യപ്പെടുകയും ആശ്വസിക്കുകയും ചെയ്യുന്നതായി നാം കാണുന്നു. പുറമെ കാണുന്നതൊക്കെയും വ്യർത്ഥമാണ്. ശലോമോൻ സഭാപ്രസംഗിൽ പറയുന്നുണ്ടല്ലോ, ശലോമോൻ സദൃശവാക്യത്തിൽ പറയുന്നുണ്ട്, ലാവണ്യം വ്യർത്ഥമാണ്. ഈ ഭൂമിയിൽ കാണുന്നതൊക്കെയും വ്യർത്ഥമാണ്, താൽക്കാലികമാണ്. എന്നാൽ കർത്താവിൽ ചെയ്യുന്ന പ്രയത്നമൊന്നും വ്യർത്ഥമല്ല. നമ്മൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 58-ാം വാക്യത്തിൽ പൗലോസ് പറയും, നമുക്കറിയാം, ക്രിസ്തു ഉയർത്തുന്നതിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പറയുകയാണ്: ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും കർത്താവിൽ ചെയ്യുന്ന പ്രയത്നമൊന്നും വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുവീൻ.
അപ്പോൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നതായ ശുശ്രൂഷ വ്യർത്ഥമല്ല, അതിന് ഫലമുണ്ട്. ഇവിടെയും നിത്യതയിലും ഫലം കായ്ക്കുന്ന ഒരു ശുശ്രൂഷയാണ് കർത്താവിന് വേണ്ടിയുള്ള ശുശ്രൂഷ. മാത്രമല്ല, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റുകൊണ്ടാണ് നമ്മുടെ ശുശ്രൂഷ വ്യർത്ഥമല്ലാത്തത്. പൗലോസ് പറയുന്ന, ഈ കർത്താവ് ഉയർത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. 1 കൊരിന്ത്യർ 5:14-17 നമുക്കത് കാണാൻ സാധിക്കും. ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം. യേശുക്രിസ്തു ഉയർത്തത് കൊണ്ട് നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രസംഗവും നമ്മുടെ പ്രത്യാശയൊന്നും വ്യർത്ഥമല്ല. അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാനുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട് എന്ന് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പൗലോസ് പറയുകയാണ്, വ്യർത്ഥം അല്ല. പൗലോസ് ഫിലിപ്പിയരോട് പറയുമ്പോൾ ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു. അവിടെ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിൻ്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും. ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായി തീരാതിരിപ്പാൻ പൗലോസും ഫിലിപ്പ് വിശ്വാസികളോട് പറയാണ്, അവര് ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. അങ്ങനെ ചെയ്താൽ പൗലോസിന്റെ ശുശ്രൂഷയുടെ ആ ഫലം പൂർണ്ണമായിട്ട് ലഭിക്കുന്നു എന്നുള്ളത് പൗലോസിനെ അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ഫലകരമായ ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നാം മർക്കോസ് 12-ാം അധ്യായത്തിലും ലൂക്കോസ് 20-ാം അധ്യായത്തിലും കാണുന്ന ഒരു മുന്തിരിത്തോട്ടത്തിന് ഉപമയുണ്ട്. ഒരു മനുഷ്യൻ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കിയിട്ട് കുടിയാന്മാരെ ഏൽപ്പിച്ച് പോയി. പല കാലമായപ്പോൾ അതിൻ്റെ ഫലം വാങ്ങുവാൻ അദ്ദേഹം ദാസന്മാരെ അയച്ചു. പക്ഷെ കുടിയാന്മാര് ആ മനുഷ്യരെ അയച്ച ദാസന്മാരെ ഉപദ്രവിച്ച് വെറുതെ അയച്ചു കളഞ്ഞുവെന്ന് നാം വായിക്കുന്നു. മർക്കോസ് 12:3 നമുക്കത് കാണുവാൻ സാധിക്കും. അപ്പോൾ ആ കുടിയാന്മാര് വെറുതെ അയച്ചു കളഞ്ഞു, വെറുതെ ആയിപ്പോയ ഒരു ദാസന്മാരുടെ വരവ് എന്ന് നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്. കർത്താവ് നമ്മെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതം വൃഥാവായി തീരാതെ വണ്ണം നമ്മുടെ ജീവിതത്തിൽ ഫലകരമായിരിക്കുന്ന ഒരു ജീവൻ നയിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഇവിടെ പൗലോസ് പറയുന്ന കാര്യം, പൗലോസിന്റെ ആ ശുശ്രൂഷയുടെ ഫലം അവിടെ ഉണ്ടായ ദൈവമക്കളാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല, പൗലോസിന്റെ ശുശ്രൂഷ വ്യർത്ഥമല്ലാത്തതിന്റെ രണ്ടാമത്തെ കാര്യം, പൗലോസിന്റെ ആ സ്വഭാവം, പൗലോസിന്റെ ആ പെരുമാറ്റം, പൗലോസിന്റെ ആ വ്യക്തി വിശേഷം, അത് വളരെ മാതൃകയുള്ളതായിരുന്നു. അത് വ്യർത്ഥമല്ലാതിരുന്നു. എന്ന് പറഞ്ഞാൽ പൗലോസിന്റെ ആ സ്വഭാവത്തിലൂടെ ക്രിസ്തുവിനെ കാണുവാനും ക്രിസ്തുവിനെ ദർശിക്കുവാനും തെസ്സലോനിക്കയിലുള്ള വിശ്വാസികൾ കഴിഞ്ഞു എന്നുള്ളതാണ്. അതാണ് 2-ാം അധ്യായത്തിന് തുടർന്നുള്ള ഭാഗങ്ങളൊക്കെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തെസ്സലോനിക്കയിലുള്ളവർക്ക് പൗലോസിന്റെ സ്വഭാവം നല്ലൊരു മാതൃകയായിരുന്നു. അതൊരു വ്യർത്ഥമായ ജീവിതമായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രസംഗവും നമ്മുടെ ജീവിതവും വ്യർത്ഥമാകാതിരിക്കണമെങ്കിൽ നാം മറ്റുള്ളവർക്ക് നല്ല മാതൃകയുള്ള ഒരു ജീവൻ നയിക്കേണ്ടതാണ് എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. അങ്ങനെ മാതൃകയുള്ള ഒരു ജീവിതത്തിലൂടെ നടത്തുന്ന പ്രസംഗം ഒരിക്കലും വ്യർത്ഥമാകുന്നില്ല. ഈ ഭൂമിയിൽ തന്നെ ഫലം കാണുവാനായിട്ട് ഇടയായിത്തീരും. നമുക്കറിയാം, പൗലോസും കൂട്ടരും തെസ്സലോനിക്ക ചെല്ലുമ്പോൾ അവിടെ വിശ്വാസികളായിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ പൗലോസ് അവിടെ നിന്ന് ബെരോവയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ശക്തമായ, വളരെ സാക്ഷ്യം വഹിക്കുന്ന, ആ പ്രദേശത്തെല്ലാം അറിയപ്പെടുന്ന ഒരു ശക്തമായ സാക്ഷ്യമുള്ള ഒരു കൂട്ടം ദൈവജനം, ഒരു സദസഭ അവിടെ ഉണ്ടാകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ പൗലോസിന്റെ ശുശ്രൂഷയും ജീവിതവും വ്യർത്ഥമായി തീർന്നില്ല. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സ്വഭാവത്തിലൂടെയും നമ്മുടെ ശുശ്രൂഷയിലൂടെയും നമുക്ക് വ്യർത്ഥമല്ലാത്ത ഒരു ജീവിതം, ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായി തീരാതെ ഉള്ള ഒരു ജീവൻ നയിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നമുക്കും പൗലോസിനോടും ചേർന്നിങ്ങനെ പറയാൻ പറ്റുമോ? ഞങ്ങളുടെ ശുശ്രൂഷ, ഞങ്ങളുടെ ജീവിതം വ്യർത്ഥമല്ല എന്ന് പറയുവാൻ ഇടയാകുമോ? നമ്മെ തന്നെ പരിശോധിക്കാം, നമ്മുടെ കുറവുകളെ കാണാം,
നികത്തേണ്ട സ്ഥാനങ്ങളെ നികത്താം. കർത്താവിന് വേണ്ടി അർത്ഥമുള്ളതായ ഫലകരമായ ഒരു ജീവൻ നയിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ.